അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് ഇന്നൊരു ചാള മുളകിട്ടത് കണ്ടാലോ. അത് മാങ്ങ ഇട്ടിട്ടാട്ടോ ചാള മുളകിട്ട് വയ്ക്കണേ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് നമുക്കൊരു സ്റ്റൗ ഓണാക്കിയിട്ട് അതിലോട്ടൊരു ചട്ടി വെച്ച് കൊടുക്കാം. ചട്ടിയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കൊരു 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ ഒരു 3-4 വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റാം. ഒരുപാട് അങ്ങോട്ട് വഴറ്റണ്ട. അതിൻ്റെ കൂടെ ഒരു 4 കൊല്ലമുളകും കൂടി ഇട്ട് കൊടുക്കുക. ഒരു 2 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും അതും കൂടി ഇട്ടൊന്ന് വഴറ്റാം. അതിനുശേഷം ഞാനൊരു ചെറിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്താട്ടാ. സവാളേനേക്കായി എപ്പോഴും നല്ലത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ എല്ലാവരും ഉള്ളി എടുക്കാൻ നോക്കാം. സവാള ഇട്ടെന്ന് വെച്ചും കുഴപ്പമില്ല. അതിലോട്ട് 2 ചെറിയ തക്കാളി ഇത്രയും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മീനും കൂടി ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ മീൻ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റി നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടയണ വരെ ഒന്ന് വഴറ്റണം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 3-4 സ്പൂണ് നല്ല കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി 2 മുളക് പൊടി കൂടി മിക്സ് ചെയ്താട്ടോ ഇത് ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഞാനത് 1 ടീസ്പൂൺ ഇട്ട് നല്ലതാണ് മല്ലിപ്പൊടി ഇട്ടാൽ. എന്നിട്ട് അതിൻ്റെ മണം മാവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത്, നല്ല പുളിയുള്ള മാങ്ങയാണേ, കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയിട്ട് നമുക്കതിലോട്ട് നല്ല ചൂടൻ വെള്ളമാട്ടോ ഒഴിച്ച് കൊടുക്കണ്ടേ. നല്ല പോലെ തിളച്ച ചൂടൻ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിള വരുമ്പോൾ നമുക്കതിലോട്ട് നമ്മൾ ചെറിയ ചാളയാണ് വാങ്ങിച്ചേക്കട, അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്, അത് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ചാള മുളകിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി വെക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.